ആ ഒരു തമിഴ്നാട് അടക്കി വാഴുന്ന ആ ഒരു പാർട്ടിയെ ഇടംപരിശാക്കിക്കൊണ്ട് തന്നെ വിജയിയുടെ ടിവിക്ക് എന്ന് പറയുന്നൊരു പാർട്ടി കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്രയും നാളും 15 വർഷമായിട്ട് ഒരാൾക്ക് പോലും തകർക്കാൻ സാധിക്കാത്തൊരു കോട്ടയായിട്ടുള്ള DMKയുടെ കോട്ട വെറും 2 വർഷം മാത്രം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അധികം പരിചയമൊന്നുമില്ലാതെ സിനിമയിൽ നിന്ന് വന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറി വിജയ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, ജോസഫ് വിജയ് എന്ന് പറയുന്നൊരു മനുഷ്യൻ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ തകർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ്. നമ്മളെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ അപ്പുറം വിജയ് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായി മാറി എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 200 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരു മനുഷ്യൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവിടെ അഴിമതി കാണിക്കത്തില്ല, കൈയിട്ട് വാരത്തിൽ ഒരു വൃത്തികേടും കാണിക്കത്തില്ല എന്നുള്ള ജനങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് ജനങ്ങളുടെ ഒരു ജനവിധി എന്നുള്ള രീതിയിൽ അല്ലെ ഇലക്ഷന് ജനങ്ങൾ അവരുടെ കയ്യിൽ മഷി പതിയുന്ന സമയത്ത് അവരത് വിജയിക്ക് വേണ്ടി സമ്മാനമായിട്ട് നൽകുന്ന സമയത്തൊക്കെ അവർ ചിന്തിച്ചത്. അത് തന്നെ എന്തായാലും നടപ്പിലാവുന്നുള്ള